ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർ കബൻ പാർക്കിൽ നടന്ന ഫ്ലവർ ഷോ 2025 വിശേഷങ്ങളാണ് കേട്ടോ. ആൻഡ് വെൽക്കം ടു അമൃത വേൾഡ്. ഞങ്ങളൊരു ഉച്ചയോടെയാണ് കേട്ടോ മെട്രോ സ്റ്റേഷനിൽ എത്തിയത്. ഞങ്ങൾക്ക് മെട്രോ പിടിച്ച് വേണം അവിടെ കബൻ പാർക്കിൽ എത്താൻ. ബാംഗ്ലൂരാണ്, ഒരു സൺഡേ ആണ്, അപ്പോൾ ട്രാഫിക്കിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. സോ എന്തുകൊണ്ട് മെട്രോ തന്നെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം അനുഷ്കയുടെ കരാട്ടെ ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് ഒരു നല്ല അടിപൊളി കേരള മീൽസ് കഴിക്കാന്നൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാൻ. റെഡി ആവണ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി, ഓക്കെ ഇന്ന് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ നടക്കില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു ബ്രെഡ് ഓംലെറ്റ് അടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കണേ. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തി, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, ടിക്കറ്റ് കോയിൻസ് ഒക്കെ എടുത്തു, മെട്രോ ട്രെയിനും എത്തി. ഞങ്ങൾ ദൈവത്തിൽ കയറി കബൻ പാർക്കിലെത്തും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കബൻ പാർക്ക് എത്തി. ഇന്നത്തെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. സോ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഒരു വാട്ടർ ബോട്ടിലും പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ലഞ്ച് അത്ര വലിയ ഹെവി ആയിട്ടൊന്നുമല്ല കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കുട്ടി ഉണ്ടല്ലോ, കുട്ടിക്ക് വെള്ളം വേണം, കഴിക്കാൻ എന്തെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞോളയും. അപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് കയറിക്കാൻ ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ. സോ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അകത്തോട്ട് കയറിയിരിക്കുന്നത്. ടിക്കറ്റ് എടുത്തതും അകത്ത് കയറുന്നതും മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ തിരക്കിൻ്റെ ഒപ്പം ഇങ്ങനെ ഒഴുകുക എന്ന് പറയില്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ തിരിയാനോ ഒന്നും പറ്റില്ല. നല്ല തിരക്കായിരുന്നു ഇവിടെ. ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ചൂസ് ചെയ്ത ദിവസത്തിൻ്റെ പ്രശ്നമാണോ അതോ സമയത്തിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ആ വിചാരിച്ച പോലെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഈ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അവർക്കും കൂടി കുറച്ചും റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ കാണും. പക്ഷെ അത് നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്ത് അതെന്താ ഏതാന്നൊക്കെ നോക്കാനൊന്നും പറ്റില്ല. നടത്തും വെറുതെ നടക്കുക. ഇങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ നമുക്ക് മതിയായി. പിന്നെ നമുക്ക് കുറച്ച് തിരക്ക് ഒഴിഞ്ഞ സ്ഥലം എന്ന് വേണ്ടിട്ട് നോക്കാമെന്നും വേണ്ടിട്ട് കുറച്ചും കൂടി മുന്നോട്ടൊക്കെ നടന്നൊക്കെ നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, എല്ലായിടത്തും ഒരേപോലെ തിരക്കായിരുന്നു. ഇത്രയും ദൂരം വരെ വന്നതല്ലേ, പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ വെച്ചാൽ കഷ്ടമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് മാറിയൊക്കെ ഒന്ന് നിന്ന് തിരക്കിയെന്നൊക്കെ. പിന്നെ അവിടെ അടുത്ത് തന്നെ കുറച്ച് സ്റ്റാൾസൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു, മീൻസ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നത്. വെജിറ്റബിൾസ് കൊണ്ടൊരു എലിഫൻറ്റ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടും ഫ്ലവേഴ്സും കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കാണാൻ രസമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇൻസ്റ്റന്റ്ലി നമ്മുടെ ആ ഒരു മൂഡ് കുറച്ച് ഡൗൺ ആയിപ്പോയി. ഇത്രയും വലിയ ക്രൗഡ് കണ്ടപ്പോൾ തന്നെ അനുഷ്കയും കുറച്ച് ഡൗൺ ആയി. അയ്യോ ഇതിൽ കൂടെ നടന്നു വേണോ നമ്മൾ ഫ്ലവർ ഷോ കാണാനെന്ന്. അപ്പം പിന്നെ കുറച്ചു നേരം ഞങ്ങൾ കുറച്ചൊന്നും തിരക്കുന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഇച്ചിരി നേരം അവിടെ ഉള്ള എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് കണ്ടിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സ്റ്റാൾസിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെയും നമ്മൾ എന്താ പറയുക, ഡള്ളായിട്ടിരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. എല്ലാം കാണാൻ പറ്റില്ലെങ്കിൽ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് നടന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് പെയിൻറ്റിങ്ങും ഹാൻഡിലൊക്കെ ഇതേപോലെ ഒരെണ്ണൊക്കെ വരച്ചാൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫേസിൽ ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ കയ്യിലൊരു ബട്ടർഫ്ലൈനൊക്കെ വരച്ചിട്ടപ്പോൾ അനുഷ്ക കുറച്ചൊന്ന് ഹാപ്പി ആയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫുഡിൻ്റെ ഏരിയയിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ ഇങ്ങനെ പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സും ചാറ്റ്സും പാവ് ബജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ഒരു ഡിന്നർ പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇവിടുന്ന് വാങ്ങിച്ച് കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കബൻ പാർക്കിൻ്റെ വേറൊരു സൈഡിലേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ ഇതേപോലെ കുറച്ച് സ്റ്റാച്യൂസൊക്കെ കണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാം ഇവിടെ കാണുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു തന്നു. ഈ ഒരു റിലാക്സേഷൻ നമ്മൾ ആ തിരക്കിൽ നിന്ന് പുറത്ത് വന്നല്ലോ ഒന്ന് ആലോചിച്ചിട്ടാണ്. ആ ഫ്ലവർ ഷോ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ അത്ര തിരക്കുള്ളൂ. ആ ഭാഗത്ത് തന്നെയാണ് ബോട്ടിങ് പോകാനുള്ളൊരു തിരക്കും വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒട്ടും പറ്റാത്ത രീതിയിലുള്ളൊരു തിരക്കായിരുന്നു അവിടെ. കബൻ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിനുമ്പോൾ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ അമ്മ ഇത്രയും തിരക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. എന്തായാലും ആ തിരക്കിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഇവിടെ വന്നു. ഇവിടെ കണ്ടപ്പോൾ വെച്ചിട്ട് സമാധാനം, ഇത്രയും പേരല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ചുമ്മാ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഐസ്ക്രീം കാർട്ട്സൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മളൊന്നും വാങ്ങിക്കാനൊന്നും പോയില്ല. കാരണം ഓൾറെഡി വിൻ്റർ സീസണാണ്. ഇനി ത്രോട്ട് പെയിനും പനിയും കോൾഡൊക്കെ ഒന്നും തന്നെ എൻ്റെ അമ്മയെ പറ്റൂല. അതുകൊണ്ട് വരാൻ പോകുന്ന വെക്കേഷനൊന്നും കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുഷ്ക ഒരു സ്ക്വിറലിനൊക്കെ ഉണ്ട്. പിന്നെ സ്ക്വിറലായിട്ടുള്ള വർത്താനമായിരുന്നു കുറച്ച് നേരം കേട്ടോ.
അപ്പോൾ സ്ക്വിറലിനെ കണ്ട് ഞങ്ങൾ അവിടെ സ്ക്വിറലിനെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ അവിടെ നിന്നു. പക്ഷെ വന്നില്ല. നമുക്കറിയാമല്ലോ വരൂലെന്ന്. ഈ സൈഡിലേക്ക് നടന്നു തന്നെ വേറെ ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നേ. ഇവിടെ എവിടെയാണ് ആ പിങ്ക് പൂവുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിങ്ക് പൂവുള്ള മരം എന്നൊക്കെ. അല്ല, ആക്ച്വലി എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണെന്ന് അറിയാം. എപ്പോഴും കബൻ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ റീൽസിലൊക്കെ കൂടുതലും കാണിക്കുന്നത് അങ്ങനെ ഒരു പിങ്ക് പൂവ് നിറച്ച് നിൽക്കുന്ന മരങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഈ നടക്കുന്ന വഴിയാണ് ആ ഒരു മരമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങോട്ടൊക്കെ നടന്നത്. പക്ഷെ ഞങ്ങൾ നടന്ന് കയറി സൈഡ് വേറെ ആയിപ്പോയെന്ന് തോന്നുന്നു. ഇവിടെ എങ്ങും അങ്ങനത്തെ മരങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് സങ്കടമൊന്നുമില്ല കേട്ടോ. ഞങ്ങളിത് ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ നടന്ന് ആ ഒരു ആഗ്രഹമൊക്കെ അങ്ങോട്ട് സഫലീകരിച്ച്. പിങ്ക് പൂ കിട്ടില്ലെങ്കിൽ എന്താ, നല്ല കരിയിലകൾ താഴെ കിടക്കണം കണ്ടില്ലേ, ഞങ്ങൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ വെറുതെ രസത്തിന് അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട്, കാരണം സമയം കുറച്ച് ഇരുട്ടാകാറായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് മെട്രോ പിടിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. സോ എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല. ഇത്രയും നടന്നു വന്നപ്പോൾ തന്നെ അനുഷ്ക നല്ല ടയർഡായിട്ടോ. അപ്പോൾ അനുഷ്കനെ പൊക്കിക്കൊണ്ട് പോകാമെന്ന് ഡാഡ പറഞ്ഞപ്പോൾ അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടി പോകണമാണ് കണ്ടത്. പിന്നെ ഈ വീഡിയോസൊക്കെ അനുഷ്കയുടെ ഡയറക്ഷനിലാണ് കേട്ടോ നടക്കുന്നത്. അമ്മ അങ്ങനെ നടക്കൂ, ഡാഡ ഇങ്ങനെ നടക്കൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതും ഒരുമിച്ച് കാലെടുത്ത് വെച്ച് നടക്കണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. അത് എത്രത്തോളം വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ അവിടെ എൻട്രി തന്നെ ഇങ്ങനെ ഒരു ആനിമേ എറ എന്നും പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടായിരുന്നേ. അവിടെ ഇങ്ങനെ കാണുന്ന പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നേ. അത് ഈ കാണുന്ന പോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ആനിമേ ക്യാരക്ടേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, അങ്ങനെ ഒരുപാട് കീ ചെയിൻസ് നല്ല ഭംഗിയുള്ളതുണ്ട് കേട്ടോ അവിടെ. പിന്നെ കുറേ ആക്ഷൻ ഫിഗേഴ്സിന്റെ കളക്ഷൻ ഉണ്ട് ഇവർക്ക്. ഇവിടെ അനുഷ്ക കുറേ നേരം അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും വെറൈറ്റി ഒന്നും കണ്ടില്ല. കാരണം ഓൾറെഡി കുറേ കീ ചെയിൻസ് കയ്യിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. പിന്നെ പിള്ളേരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടുവരും. അങ്ങനെ പൊക്കിക്കൊണ്ടായിട്ടാണ് ഈ കാണുന്നത്. മാജിക്കൽ ഇറേസർ ആണ് അത്രേ. ആദ്യം തുറക്കുമ്പോൾ ഇറേസർ കാണും, പിന്നെ തുറക്കുമ്പോൾ ഇറേസർ കാണില്ല. അതാണ് മാജിക്. എങ്ങനെയുണ്ട്? സോ അങ്ങനെ മാജിക് കളിച്ച് ഞങ്ങൾ മെട്രോയിൽ കയറി ഇവിടെ മെജസ്റ്റിക് എത്തി കേട്ടോ. ഇനിയുള്ള പ്ലാൻ ഡിന്നർ കഴിക്കുക, ഊബർ വിളിക്കുക, വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഞങ്ങളുടെ ഫ്ലവർ ഷോ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ ശരി ഗൈസ്, പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.